എൻ്റെ മോനെ നട്ടുച്ച സമയത്ത് മൂന്നാറിനടുത്തുള്ള ബോഡിമെട്ട് ടൗണിൻ്റെ അവസ്ഥ ഉണ്ടോ? ഏകദേശം 17ഓളം ഹെയർ പിൻ വളവുകളുള്ള ബോഡിമെട്ട് ചുരമാണ് കേട്ടോ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ നട്ടുച്ച സമയത്തുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കോടമഞ്ഞാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയൊക്കെ ഇതുപോലെയുള്ള ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിപ്പോൾ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഈ വണ്ടി കാണാൻ പറ്റുന്നത്. ഏകദേശം വണ്ടി കുറച്ച് ദൂരത്തേക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി മുന്നിൽ പോകുന്നുണ്ടെന്ന് പോലും അറിയാനായിട്ട് പറ്റുമല്ല. അമ്മാതിരി മഞ്ഞാണ് കേട്ടോ, അതും നട്ടുച്ച സമയത്ത്. തമിഴ്നാട്ടിലെ ബോഡി നായകനൂരിൽ നിന്ന് നമ്മുടെ കേരള അതിർത്തിയായ ബോഡിമെട്ടിലേക്കുള്ള ചുരമാണിത് കേട്ടോ. നമ്മൾ ഈ ചുരം കയറി നേരെ എത്തുന്നത് ഇതേ ബോഡിമെട്ടിലേക്കാണ്. തമിഴ്നാട് ചെക്ക് പോസ്റ്റിനും കേരള ചെക്ക് പോസ്റ്റിനും ഇടയ്ക്കാണ് ഈ ബോഡിമെട്ട് എന്നുള്ള ടൗൺ ഇരിക്കുന്നത്. ഈ ടൗണ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കേരള ചെക്ക് പോസ്റ്റ് എത്തും. ഇവിടെ നിന്ന് ഏകദേശം 42 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാർ ടൗൺ എത്തും. ബോഡിമെട്ട് ടൗണിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ സഞ്ചരിച്ച പൂപ്പാറ എത്തും. പൂപ്പാറയിൽ നിന്ന് നേരെ നമുക്ക് ആനയിറങ്ങൽ ഡാമും പെരിയ കനാലും ചിന്നക്കനാലും ദേവികുളവും ഒക്കെ പാസ് ചെയ്ത് ഗ്യാപ്പ് റോഡിലൂടെ നമുക്ക് മൂന്നാർ ടൗണിലേക്ക് എത്താം. റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാറിൽ നിന്ന് തേനി വരെ ഈ ഒരു റോഡിൽ നിന്ന് പോയി നോക്കാം. അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു കിടിലൻ റൂട്ടാണ് കേട്ടോ ഇത്.